ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 5th സ്റ്റാൻഡേർഡിലെ കേരള പാഠാവലി ഫസ്റ്റ് ടൈം എക്സാം അഥവാ ഓണപരീക്ഷയുടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ 2025-26 അധ്യയന വർഷം, അതായത് കഴിഞ്ഞ വർഷം നടന്ന നിങ്ങളുടെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലൊരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയായിരിക്കും നിങ്ങൾക്ക് തീർച്ചയായിട്ടും എക്സാമിന് വരുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായി പഠിച്ച് വയ്ക്കുക. ഓക്കെ, നമുക്ക് നോക്കാം. വായിക്കാം എഴുതാം എന്നുള്ളതാണ് ഫസ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഫസ്റ്റ് പ്രവർത്തനം വായിക്കാം എഴുതാം. കേരളത്തിലെ പക്ഷികൾ. കുയിലിനെ പോലെ മധുരമായി പാടുന്ന മറ്റു പക്ഷികളില്ല, എങ്കിലും പല പക്ഷികളുടെയും ശബ്ദം കേൾക്കാൻ സുഖമാണ്. പുലരുന്നതിനു മുമ്പ് അനേകം പക്ഷികളുടെ ശബ്ദം ഇടകലർന്നു കേൾക്കാം. വെളുപ്പാൻ കാലത്ത് ഉണർന്ന് ശ്രദ്ധിക്കുന്നവർക്ക് എത്രയോ ആനന്ദത്തിനുള്ള വകയുള്ള സംഗീതമാണത്. പൂവൻകോഴിയുടെ കൂവൽ മുന്നിട്ട് നിൽക്കും. ഉറക്കം ഉണർന്നുകൊള്ളാൻ പ്രകൃതി കാഹളം മുഴക്കുന്നത് പോലെയാണത്. അതിനോടൊത്ത് അനേകം കാക്കകളുടെ ക്രാ ക്രാ എന്ന് വിളിയും മുഴങ്ങും. ചെമ്പോത്ത്, ഉപ്പൻ, ഉക്കുക്കു എന്ന ശുഭശബ്ദം പുറപ്പെടുവിക്കും. പുലർക്കാലത്ത് കൂജനം ചെയ്യുന്ന പക്ഷികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മണ്ണാത്തിപ്പുള്ള്. പക്ഷികളെ കുറിച്ചിട്ടാണല്ലേ പറഞ്ഞില്ലേ, കേരളത്തിലെ പക്ഷികളെ കുറിച്ചുള്ള ഒരു വിവരണമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഒന്ന്, കുയിലിനെ പോലെ മധുരമായി പാടുന്ന മറ്റു പക്ഷികളിൽ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഉറക്കം ഉണർന്നുകൊള്ളാൻ പ്രകൃതി കാഹളം മുഴക്കുന്നത് പോലെയാണ് പൂവൻ കോഴിയുടെ കൂവൽ. അപ്പൊ ഈ പ്രസ്താവനകളിൽ ശരിയായത് ഏതെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. ഈ പ്രസ്താവനകളിൽ ശരിയായത് ഇത് വായിച്ചപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്. രണ്ടും ശരിയാണല്ലേ. ആൻസർ ഓപ്ഷൻ ഡി, രണ്ടും ശരി. ഓപ്ഷൻ ഡി നോക്കിക്കേ, രണ്ടും ശരി എന്നല്ലേ എഴുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ആൻസർ ഓപ്ഷൻ ഡി, രണ്ടും ശരി. ദെൻ ബി ക്വസ്റ്റ്യൻ. ചില പക്ഷികളുടെയും അവയുടെ ശബ്ദങ്ങളെയും നൽകിയിരിക്കുന്നു. പക്ഷികളെ ശബ്ദങ്ങള്. കാക്ക നമുക്കറിയാം എന്തായിരിക്കും വരിക, ക്രാ ക്രാ എന്നല്ലേ. ദെൻ പൂവൻകോഴി കുക്കുരക്കോ. ദെൻ ചെമ്പോത്ത് കുക്കു അല്ലേ. കുയില് കൂവു. ഓക്കെ, ഇത് എളുപ്പല്ലേ. നീ നോക്കിക്കേ, ചുവടെ നൽകിയിട്ടുള്ളത് പക്ഷികളുടെ ശരിയായ ശബ്ദം തിരഞ്ഞെടുത്തെഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആൻസർ നമുക്ക് മനസ്സിലാവില്ലേ ഏതാണ്? 1 ബി, 2 സി, 3 എ, 4 ഡി. അതായത് ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത് അല്ലെ. ആൻസർ ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഉപ്പന്റെ മറ്റൊരു പേരാണ് ചെമ്പോത്ത്. കാക്കയുടെ മറ്റൊരു പേരാണ് ഉപ്പൻ. അപ്പൊ ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവന ഏതെന്നാണല്ലേ ചോദിച്ചുള്ള. ഓപ്ഷൻ എ ഒന്നാമത്തേത് തെറ്റ്, ഓപ്ഷൻ ബി രണ്ടാമത്തേത് ശരി, ഓപ്ഷൻ സി ഒന്നാമത്തേത് ശരി, ഓപ്ഷൻ ഡി 1ഉം 2ഉം തെറ്റ്. ഇതിൽ ആൻസർ ഏതാ വരിക? അതെ, ഓപ്ഷൻ സി ഒന്നാമത്തേതാണല്ലേ ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ സി ഒന്നാമത്തേത് ശരി. ഈ ഗദ്യഭാഗത്തെ സൂചന പ്രകാരം വെളുപ്പാൻ കാലത്തെ ആനന്ദം ലഭിക്കുന്നത് ആർക്കെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. പക്ഷികളുടെ സംഗീതം ശ്രദ്ധിക്കുന്നവർക്ക്, മധുരമായി പാടുന്നവർക്ക്, പുലർച്ചെ കിടന്നുറങ്ങുന്നവർക്ക്. ഡി, ഓപ്ഷൻ ഡി മേൽപ്പറഞ്ഞവയെല്ലാം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. ആൻസർ ഏതാ വരുന്നത്? പക്ഷികളുടെ സംഗീതം ശ്രദ്ധിക്കുന്നവർക്കാണല്ലോ. അതായത് ഓപ്ഷൻ എ ആണ് ആൻസർ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് സെക്കൻഡ് പ്രവർത്തനം നോക്കാം. രണ്ടാമത്തെ പ്രവർത്തനം എന്താണെന്ന് നോക്കാം. സംഭാഷണമാണല്ലേ. പുഴ ഒറ്റ രാത്രി കൊണ്ട് സുന്ദരിയാകുന്നു. മരങ്ങളിൽ നിലാവ് പെയ്തിറങ്ങിയതോടെ മഴയ്ക്ക് നിറക്കൂട്ടായി. കാട്ടിലെ മഴ എന്ന പാഠഭാഗത്തെ ഈ പ്രയോഗങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ, ഉണ്ടാവുമല്ലേ. അപ്പൊ കന്നിമഴയിൽ ജീവൻ വെച്ച പുഴയും നിലാവിൽ കുളിച്ച മരവും പരസ്പരം പലതും സംസാരിച്ചു. എന്തൊക്കെ വിശേഷങ്ങളാകും പങ്കുവച്ചത്? സംഭാഷണം നമ്മളോട് തയ്യാറാക്കാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്തൊക്കെയായിരിക്കും അവര് സംസാരിച്ചിട്ടുണ്ടാവുക? മരം ചോദിക്കാണ്, ആഹാ പുഴക്കുട്ടി, നീ വീണ്ടും സുന്ദരിയായിരിക്കുന്നു. കന്യമഴ പെയ്തപ്പോൾ നിനക്ക് പുതിയ ജീവൻ വന്നതുപോലെ തോന്നുന്നു പറയുമല്ലേ. അപ്പൊ പുഴ എന്താവും? അതേ മരം മുത്തശ്ശി, വേനൽക്കാലത്ത് വരണ്ടുടങ്ങി കിടന്നപ്പോൾ എനിക്ക് വലിയ വിഷമമായിരുന്നു. കന്നിമഴ വന്നതോടെ ഞാൻ വീണ്ടും നിറഞ്ഞൊഴുകാൻ തുടങ്ങി. മരം, നിന്നിലേക്ക് ഈ വാനിൽ നിന്നുള്ള നിലാവ് പെയ്തിറങ്ങുമ്പോൾ കാണാൻ എന്ത് രസമാണ്. അപ്പൊ പുഴ പറയാണ്, മരം മുത്തശ്ശിയെ ഇപ്പൊ കാണാൻ നല്ല ഭംഗിയുണ്ട്. നിലാവും മഴത്തുള്ളികളും വീണ് ഇലകളെല്ലാം തിളങ്ങുന്നുണ്ടെന്നൊക്കെ പറയൂല്ലേ. മഴയും കന്നിമഴയും നിലാവും നമ്മൾ രണ്ടു പേർക്കും പുതിയൊരു സൗന്ദര്യവും സന്തോഷവുമാണ് നൽകിയതല്ലേ. പുഴ, അതേ മുത്തശ്ശി, പ്രകൃതിയുടെ ഭംഗി കാണുമ്പോൾ എൻ്റെ ഒഴുക്കിന്റെ സന്തോഷം ഇരട്ടിയാകുന്നു. അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നൊരു കോൺവെർസേഷൻ എഴുതാവുന്നതാണ്. ഓക്കെ, ദെൻ ബി ക്വസ്റ്റ്യൻ. ആദ്യം ആരും ശ്രദ്ധിച്ചില്ല. മലമുഴക്കിയും മണ്ണട്ടകളും ഒഴിച്ച് ഈ വാക്യം അർത്ഥമാക്കുന്നത് എന്ത്?
അപ്പോൾ ഈ വാക്യം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. മലമുഴക്കിയും മണ്ണട്ടകളും ആദ്യം അറിഞ്ഞില്ല, മലമുഴക്കിയും മണ്ണട്ടകളും പിന്നീടും അറിഞ്ഞില്ല, മലമുഴക്കിയും മണ്ണട്ടകളും ആദ്യം തന്നെ അറിഞ്ഞു, മലമുഴക്കിയും മണ്ണട്ടയും ഒന്നും ശ്രദ്ധിച്ചില്ല. ഇതിലേതാണ് ആൻസർ വരുന്നത്? മലമുഴക്കിയും മണ്ണട്ടകളും ആദ്യം തന്നെ അറിഞ്ഞു എന്നുള്ളതാണല്ലേ. ഓപ്ഷൻ സി ആണല്ലേ വരുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സുഗന്ധം കുറഞ്ഞവയ്ക്ക് ആർഭാടം കൂടുതലാണ്. പ്രസ്താവനയ്ക്ക് അനുയോജ്യമായ ആശയം ഉൾക്കൊള്ളാവുന്ന വാക്യം ഏതെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. എല്ലാം തികഞ്ഞവർ ആരുമില്ല. എല്ലാവരും ഏതെങ്കിലും ഒരു ഗുണം എല്ലാവരിലുമുണ്ട്. എല്ലാവരും എല്ലാം തികഞ്ഞവരാണ്. ആർക്കുമില്ലാത്ത ഗുണങ്ങൾ ആർക്കുമില്ല. അപ്പോൾ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? ഇപ്പോൾ സുഗന്ധം കുറഞ്ഞവയ്ക്ക് ആർഭാടം കൂടുതലാണെന്ന് പ്രസ്താവനയ്ക്ക് അനുയോജ്യമായത് ഏതാണ്? അത് ഏതെങ്കിലും ഒരു ഗുണം എല്ലാവരിലും ഉണ്ട് എന്നുള്ളതാണല്ലേ. ഏതെങ്കിലും ഒരു ഗുണം എല്ലാവരിലും ഉണ്ട്. ഇനി ചുവടെ കൊടുത്ത 3A 3B എന്നീ 2 ചോദ്യങ്ങൾ ഏതെങ്കിലും ഒന്നിന് മാത്രം ഉത്തരം എഴുതിയാൽ മതി. നോക്കിക്കേ, ഒന്നാമത്തത് ആസ്വാദനക്കുറിപ്പാണ്, ബി ക്വസ്റ്റ്യൻ വർണ്ണനയാണ്. അപ്പോൾ ഇതിൽ ഏതാണോ നിങ്ങൾക്ക് കൂടുതലായി എഴുതാൻ സാധിക്കുന്നത് അത് നിങ്ങൾ എഴുതുക. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് ആസ്വാദനക്കുറിപ്പ് നോക്കാം. മറ്റുള്ളവർക്കായി. നക്ഷത്രങ്ങൾ ചിരിക്കുന്നു വാനിൽ, പൂത്തുനിൽക്കും ചെടിയും ചിരിക്കുന്നു, ദൂരെ ദൂരെ തിരകളാൽ നീളെ കടലുമങ്ങനെ നോക്കിച്ചിരിക്കുന്നു, തൊടിയിലെങ്ങും പറക്കുന്ന പൂമ്പാറ്റ അരികിലെത്തി പതിയെ ചിരിക്കുന്നു, ചുണ്ടിലെപ്പോഴും കരുതി വയ്ക്കുക മറ്റുള്ളവർക്കായി ഒരു നേർത്ത പുഞ്ചിരി. ദേവൂട്ടി. പ്രകൃതിയുടെ പുഞ്ചിരി നക്ഷത്രങ്ങളും പൂക്കളും കടലുമൊക്കെയാണല്ലേ. അവ നമ്മെ സന്തോഷിപ്പിക്കുന്നു, നമുക്കും മറ്റുള്ളവർക്ക് സന്തോഷം പകരാം. അപ്പോൾ ഈ കവിതയ്ക്ക് ആസ്വാദനം തയ്യാറാക്കാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മൾ ആസ്വാദന കുറിപ്പാണ് എഴുതേണ്ടത്. ഓക്കെ, നമുക്ക് എഴുതാം. ഫസ്റ്റ് റൈറ്ററെ കുറിച്ച്. ദേവൂട്ടി എഴുതിയ ലളിതവും മനോഹരവുമായ കവിതയാണ് മറ്റുള്ളവർക്കായി. സ്വാർത്ഥതയില്ലാതെ പ്രകൃതി മറ്റുള്ളവർക്കായി നൽകുന്ന സന്തോഷത്തെയും അതിലൂടെ നാം ഉൾക്കൊള്ളേണ്ട വലിയൊരു സന്ദേശത്തെയുമാണ് കവി ഇവിടെ അവതരിപ്പിക്കുന്നത്. ആകാശത്തിലെ നക്ഷത്രങ്ങളും തൊടിയിലെ പൂക്കളും ദൂരെയെങ്ങും പരന്നു കിടക്കുന്ന കടലും നമ്മുടെ അരികിലെത്തുന്ന പൂമ്പാറ്റയുമെല്ലാം എപ്പോഴും സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ടാണ് മറ്റുള്ളവരെ നോക്കുന്നത്. പ്രകൃതിയിലെ ഓരോ ഘടകവും സ്വന്തം സന്തോഷത്തിനപ്പുറം കാണുന്നവർക്ക് സന്തോഷവും ആനന്ദവും പകരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ചുണ്ടിലെപ്പോഴും കരുതി വയ്ക്കുക മറ്റുള്ളവർക്കായി ഒരു നേർത്ത പുഞ്ചിരി എന്ന അവസാന വരികൾ വളരെ ചിന്താദീപകമാണ്. പ്രകൃതി നൽകുന്ന സ്നേഹവും സന്തോഷവും പോലെ നമ്മൾ മറ്റുള്ളവർക്കായി എപ്പോഴും പുഞ്ചിരി സൂക്ഷിക്കണം. നമ്മളാൽ കഴിയുന്ന സന്തോഷം സഹജീവികൾക്ക് പകർന്നു നൽകുക എന്നതാണ് ജീവിതത്തിന്റെ യഥാർത്ഥ ഭംഗി എന്ന് ഈ കവിത നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അപ്പം കൂട്ടുകാരും എന്ത് ചെയ്യുക? ഇതുപോലെ ഒരു ആസ്വാദനക്കുറിപ്പ് എഴുതി നോക്കുമല്ലോ. ഇത് നോക്കിക്കേ, വർണ്ണനയാണല്ലേ 3B ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ആകാശത്തിന്റെ കണ്ണുനീര് പോലെ തോരാമഴ, മഴയുടെ കൈകൾ എത്തിത്തൊടുമ്പോൾ ദേഹമാകെ കുളിരാണ്. മഴ തോർന്ന് പിന്നെ മരം പെയ്യുമ്പോൾ പളുങ്കുമണികൾ ഇലത്തുമ്പുകളിൽ തിളങ്ങും. അപ്പൊ ഇത് മഴയെക്കുറിച്ചുള്ള വർണ്ണനയുടെ ഭാഗമാണല്ലേ. അപ്പൊ ഇനി ഇതുപോലെ എന്താ പറഞ്ഞിട്ടുള്ളത്? പുഴയെ കുറിച്ചിട്ടുള്ള വർണ്ണന തയ്യാറാക്കുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് എഴുതി നോക്കാം. മലമടക്കുകളിൽ നിന്ന് പതഞ്ഞൊഴുകി വരുന്ന പളുങ്കുവെള്ളത്തിന്റെ ഒഴുക്കാണ് പുഴ. കല്ലുകളിലും പാറക്കെട്ടുകളിലും തട്ടിത്തളരുമ്പോഴുണ്ടാകുന്ന കളകള ശബ്ദം പ്രകൃതിയുടെ സംഗീതം പോലെ കാതുകളിൽ കുളിർമ നൽകുന്നു. തെളിനീരിൽ വേലിന്റെ വെള്ളിരേഖകൾ മിന്നിമറയുന്നു. തീരത്തെ തണൽ മരങ്ങളും പച്ചപ്പും പുഴയിലെ ഓളങ്ങളിൽ പ്രതിബിംബിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ഭംഗിയാണ്. കുളിർക്കാറ്റേറ്റ് പുഴയോരത്തിരിക്കുമ്പോൾ മനസ്സിന് ലഭിക്കുന്ന ശാന്തതയും ആനന്ദവും വിവരണാതീതമാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്ത് പോലൊരു വർണ്ണന എഴുതി നോക്കുമല്ലോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അനുഭവക്കുറിപ്പാണല്ലേ. ഓക്കെ, നമുക്ക് നോക്കാം. കൂട്ടിലെ കിളി നഷ്ടപ്പെട്ട സ്വാതന്ത്ര്യത്തെ പറ്റിയോർത്തു കരഞ്ഞു, ഇരുമ്പഴികളിൽ ചിറകിട്ടടിച്ചു. കൊച്ചുപൂവിനാകട്ടെ സംസാരിക്കാൻ കഴിയാത്തതുകൊണ്ട് ആശ്വസിപ്പിച്ച് ഒരു വാക്ക് പറയാൻ പറ്റിയതുമില്ല. ഡെയ്സി ചെടി എന്ന പാഠത്തിലെ വാനമ്പാടിയുടെയും കൊച്ചുപൂവിൻ്റെയും അനുഭവങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. വളർത്തുമൃഗങ്ങളോ പക്ഷികളോ പ്രിയപ്പെട്ട ചെടികളോ നിങ്ങൾക്കും ഉണ്ടാകല്ലേ. അപ്പൊ അവയോടൊപ്പമുള്ള നിങ്ങളുടെ അനുഭവങ്ങൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതായത് നിങ്ങളുടെ ഒരു അനുഭവക്കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങളുടെ അനുഭവങ്ങളാണ്. അപ്പൊ നിങ്ങൾ ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഇവിടെ ഒരു മാതൃക കൊടുക്കുന്നുണ്ട്.
എൻ്റെ പ്രിയപ്പെട്ട പൂച്ചക്കുട്ടി. നിങ്ങൾക്ക് ഉണ്ടാവും അല്ലേ പൂച്ചക്കുട്ടി? വളർത്തു മൃഗങ്ങളോ വളർത്തു പക്ഷികളൊക്കെ ഉണ്ടാവും അല്ലേ? അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രിയപ്പെട്ട ചെടികളൊക്കെ ഉണ്ടാവില്ലേ? അവയോടൊപ്പമുള്ള നിങ്ങളുടെ ഏതെങ്കിലും ഒരു അനുഭവം വെച്ചൊരു അനുഭവക്കുറിപ്പ് എഴുതിയാൽ മതി. നമുക്കൊരു മാതൃക നോക്കാം. നമുക്ക് ചുറ്റുമുള്ള ജീവജാലങ്ങൾക്കും സസ്യങ്ങൾക്കും നമ്മളെ പോലെ തന്നെ സ്നേഹവും വേദനയും അനുഭവിക്കാൻ കഴിയും. എൻ്റെ വീട്ടിൽ ഞാൻ ഏറെ സ്നേഹത്തോടെ വളർത്തുന്നൊരു പൂച്ചക്കുട്ടിയുണ്ട്, മിന്നു. ഒരിക്കൽ മഴയത്ത് തണുത്തു വിറച്ച് വീടിന്റെ കോലായിൽ കിടന്നപ്പോഴാണ് ഞാൻ അതിനെ ആദ്യമായി കാണുന്നത്. അതിന് പാല് കൊടുത്ത് തുടച്ചു ഉണക്കി എന്റേതാക്കി മാറ്റി. അന്നു മുതൽ എന്റെ സന്തോഷത്തിലും വിഷമത്തിലും മിന്നു ഒപ്പമുണ്ട്. ഞാൻ സ്കൂൾ കഴിഞ്ഞു വരുമ്പോൾ വാതിൽക്കൽ കാത്തു നിൽക്കുന്നതും സന്തോഷത്തോടെ എന്റെ കാലിൽ തലയുരുമ്മി കളിക്കുന്നതും ഒക്കെ എനിക്ക് വലിയ ആശ്വാസമാണ്. ഒരു മൃഗമാണെങ്കിലും മനുഷ്യരിൽ നിന്നെന്ന പോലെ തിരിച്ചില്ലാത്ത സ്നേഹമാണ് അത് എനിക്ക് തരുന്നത്. നമ്മൾ നൽകുന്ന ചെറിയ പരിചരണവും കരുതലും അവയ്ക്ക് വലിയ ആശ്വാസമാണെന്ന് മിന്നുവുമായുള്ള അനുഭവം എന്നെ പഠിപ്പിച്ചു. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതുപോലൊരു അനുഭവക്കുറിപ്പ് എഴുതാവുന്നതാണ്. അല്ലെങ്കിൽ ഓർഗോസ്റ്റ് നോക്കിയ കുറിപ്പാണല്ലേ. എനിക്ക് മഴ ഇഷ്ടമല്ല. മഴ എൻ്റെ ജീവിതത്തിൽ എന്നും നഷ്ടങ്ങളെ വരുത്തിയിട്ടുള്ളൂ. എൻ്റെ വീടും പ്രിയപ്പെട്ടവരും നഷ്ടമായതൊരു പെരുമഴക്കാലത്താണ്. അമൽ. ഈ കടുത്ത വേനലൊന്ന് അവസാനിച്ചെങ്കിൽ എൻ്റെ അച്ഛൻ എത്ര രൂപയുടെ കൃഷി നശിച്ചു. പാടം വരണ്ടുടങ്ങി, കുടിവെള്ളം പോലുമില്ല. വേഗം മഴ വന്നെങ്കിൽ. മൃദുല. അപ്പൊ 2 കുട്ടികളുടെ അഭിപ്രായമാണല്ലേ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ അഭിപ്രായങ്ങളെ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വിശകലന കുറിപ്പാണല്ലേ നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, നമുക്ക് നോക്കാം. അമലിന്റെയും മൃദുലയുടെയും അഭിപ്രായങ്ങൾ മഴയെന്ന പ്രകൃതി പ്രതിഭാസത്തിന്റെ 2 വ്യത്യസ്ത ഭാവങ്ങളെയാണ് കാട്ടിത്തരുന്നത്. അമലിന് മഴയെന്നത് വേദനാജനകമായ ഓർമ്മയാണ്. പ്രകൃതി ദുരന്തങ്ങളായും പെരുമഴയായും പെയ്യുമ്പോൾ വീടും പ്രിയപ്പെട്ടവരും നഷ്ടപ്പെടുന്ന മനുഷ്യരുടെ ദയനീയ അവസ്ഥയാണ് അമലിന്റെ വാക്കുകളിൽ കാണുന്നത്. പ്രളയവും ഉരുൾപൊട്ടലും സൃഷ്ടിക്കുന്ന കെടുതികൾ മനുഷ്യ ജീവിതത്തെ തകർത്തെറിയുന്നു. എന്നാൽ മൃദുലയ്ക്ക് മഴ ജീവിതത്തിന്റെ പ്രതീക്ഷയാണ്. വേനൽ കടുപ്പത്തിന്റെ കൃഷി നശിക്കുകയും കുടിവെള്ളം മുട്ടുകയും ചെയ്യുന്ന കർഷകരുടെയും നാടിന്റെയും രക്ഷയ്ക്ക് മഴ കൂടിയേ തീരൂ. നാടിന് കുളിർമയും ജീവനും നൽകാൻ മഴ അത്യാവശ്യമാണ്. മഴ പ്രകൃതിയുടെ അനുഗ്രഹമാണ്. എന്നാൽ അത് അതിരുകടന്ന് ദുരന്തമായി പാറുമ്പോൾ വിനാശകരമാവുന്നു. പ്രകൃതിയുടെ സമതുലിതാവസ്ഥ നിലനിർത്താൻ മഴ ആവശ്യമാണെങ്കിലും അതിനെ നേരിടാനുള്ള സുരക്ഷിത മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട് അല്ലേ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടേതായ അഭിപ്രായങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു വിശകലന കുറിപ്പ് തയ്യാറാക്കുക. ഒരു ലഘു ഉപന്യാസമാണ് നെക്സ്റ്റ് കൊടുത്തിട്ടുള്ളത്. മണ്ണിന്റെ കിനാവുകൾ എന്ന പാഠഭാഗത്ത് ഒട്ടേറെ നാട്ടുപൂക്കളെ നിങ്ങൾ പരിചയപ്പെട്ടല്ലോ. തുമ്പയും മുക്കുറ്റിയും കാക്കപ്പൂവും ഉൾപ്പെടെ പഴയകാല പൂക്കൾ ഇന്ന് കാണാനില്ല. വരവ് പൂക്കളുടെ വസന്തമാണ് നമ്മുടെ നാട്ടിൽ ഓണക്കാലത്തും മറ്റും ഇന്ന് കാണുന്നത്. നാട്ടുപൂക്കളുടെ മടക്കവും കച്ചവട പൂക്കളുടെ വരവും വിശകലനം ചെയ്ത് ലഘു ഉപന്യാസം തയ്യാറാക്കുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഉപന്യാസമാണ് എഴുതേണ്ടത്. അപ്പൊ എങ്ങനെയാണ് ഒരു ഉപന്യാസം എഴുതേണ്ടതെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. ഓക്കെ, നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ഒരു ടൈറ്റിൽ കൊടുക്കാം. നാട്ടുപൂക്കളിൽ നിന്ന് കച്ചവട പൂക്കളിലേക്ക്. ഒരു കാലത്ത് ഗ്രാമവീഥികളിലും പറമ്പുകളിലും നിറഞ്ഞു നിന്നിരുന്ന തുമ്പയും മുക്കുറ്റിയും കാക്കപ്പൂവുമെല്ലാം നമ്മുടെ ഓണസങ്കല്പങ്ങളെയും സംസ്കാരത്തിന്റെയും ഭാഗമായിരുന്നു. എന്നാൽ ഇന്ന് പ്രകൃതിയിലുണ്ടായ മാറ്റങ്ങളും നഗരവൽക്കരണവും കാരണം നമ്മുടെ നാട്ടുപൂക്കൾ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. പഴയ കാലത്ത് കുട്ടികൾ പൂക്കളമിടാൻ പൂക്കുടയുമായി വീട്ടുപറമ്പുകളിലും വഴിയോരങ്ങളിലുമാണ് പോയിരുന്നത്. തുമ്പപ്പൂവും മുക്കുറ്റിയും തെച്ചിയും അരിപ്പൂവുമെല്ലാം പ്രകൃതിയുമായി മനുഷ്യനുണ്ടായിരുന്ന ആത്മബന്ധത്തിന്റെ പ്രതീകങ്ങളായിരുന്നു. എന്നാൽ ഇന്ന് പറമ്പുകൾ കോൺക്രീറ്റ് കെട്ടിടങ്ങൾക്കും റബ്ബർ തോട്ടങ്ങൾക്കും വഴിമാറിയതോടെ നാട്ടുപൂക്കൾക്ക് നിലനിൽപ്പില്ലാതായി. കതിരും മണവുമുള്ള ആ പൂക്കൾ ഇന്ന് അപൂർവ കാഴ്ചയായി മാറി. ഇന്ന് ഓണക്കാലമായാൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്ന കച്ചവട പൂക്കളുടെ വസന്തമാണ് നമ്മുടെ നാട്ടിൽ കാണുന്നത്. ചെണ്ടുമല്ലിയും ജമന്തിയും വാടാമല്ലിയുമെല്ലാം വിപണി കീഴടക്കി കഴിഞ്ഞു. പൂക്കളമിടൽ ഇന്ന് ഒരു ആചാരം എന്നതിനേക്കാൾ കൃത്രിമത്വമുള്ള ഒരു അലങ്കാരമായി മാറുകയും കച്ചവടവൽക്കരിക്കപ്പെടുകയും ചെയ്തു. നാട്ടുപൂക്കളുടെ വിടവാങ്ങൽ നമ്മുടെ ജൈവ വൈവിധ്യത്തിന് വലിയ ഭീഷണിയാണ്. പണം കൊടുത്തു വാങ്ങുന്ന പൂക്കൾക്ക് നമ്മുടെ നാട്ടുപൂക്കളുടെ ശുദ്ധിയോ സംസ്കാരമോ നൽകാൻ കഴിയില്ല. അതിനായി നമ്മുടെ ചുറ്റുപാടുകളിൽ നാട്ടുപൂക്കളെ സംരക്ഷിക്കാനും വളർത്താനും നാം മുന്നോട്ട് വരേണ്ടതുണ്ട്. അപ്പോൾ ഇതുപോലെ ലഘു ഉപന്യാസം നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചു വയ്ക്കുക.
ഓക്കെ, ഇനി നെക്സ്റ്റ് കടങ്കഥാ വ്യാഖ്യാനമാണല്ലേ. ആന കേറാമല ആടു കേറാമല 1000 കാന്താരി പൂത്തിറങ്ങി. അപ്പൊ ഈ കടങ്കഥയുടെ ഉത്തരം ആകാശത്തിലെ നക്ഷത്രങ്ങളാണല്ലേ. അപ്പൊ എന്തുകൊണ്ടാവാം ഈ കടങ്കഥയ്ക്ക് ഇങ്ങനെ ഒരു ഉത്തരം ഉണ്ടായത്? വ്യാഖ്യാനിച്ചെഴുതുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. ഈ കടങ്കഥ പ്രകൃതിയിലെ ഒരു മനോഹരമായ കാഴ്ചയിലെ വരികളിലൂടെ ഉപമിച്ചിരിക്കുകയാണ്. ആന കയറാമല ആട് കയറാമല. ആനയ്ക്കോ ആടിനോ അല്ലെങ്കിൽ ഏതൊരു ജീവിക്കോ കയറാൻ കഴിയാത്തത്ര ഉയരത്തിലുള്ള വിശാലമായ ഒന്നാണ് ആകാശം. മനുഷ്യനോ ജീവികൾക്കോ എത്താൻ കഴിയാത്ത ആകാശത്തെയാണ് ഇവിടെ ആന കയറാമല ആടു കയറാമല എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഈ 1000 കാന്താരി പൂത്തിറങ്ങി, അതായത് രാത്രി ആകാശത്ത് മിന്നിത്തിളങ്ങുന്ന ആയിരക്കണക്കിന് നക്ഷത്രങ്ങളെയാണ് വെള്ള നിറത്തിലുള്ള ചെറിയ കാന്താരി പൂക്കളോട് ഉപമിച്ചിരിക്കുന്നത്. കാന്താരി പൂക്കൾ ചെടിയിൽ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നത് പോലെ ആകാശത്ത് നക്ഷത്രങ്ങൾ തിങ്ങി നിറഞ്ഞ് പ്രകാശിക്കുന്നു. അതുകൊണ്ടാണ് ആർക്കും കയറാൻ കഴിയാത്ത ആകാശത്ത് വെള്ളപ്പൂക്കൾ പോലെ തിളങ്ങി നിൽക്കുന്ന നക്ഷത്രങ്ങളെ സൂചിപ്പിക്കാൻ ആന കേറാമല ആടു കേറാമല 1000 കാന്താരി പൂത്തിറങ്ങി എന്ന കടങ്കഥ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, കടങ്കഥ ഒന്ന് വ്യാഖ്യാനിച്ച് എഴുതി നോക്കുക. ഓക്കെ, അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.